ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. യൂട്യൂബിൻ്റെ തുടക്കക്കാർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ. അപ്പോൾ ധാരാളം പേര് അത് കമൻറ്റ് ചെയ്തു. ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന്, പ്രയോജനപ്രദമായിരുന്നു എന്ന് ധാരാളം പേര് കമൻറ്റ് ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത്, വെറുപ്പിക്കലല്ല, അതിനെ ബേസ് ചെയ്ത് ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, ഇന്ന് പറയാൻ പോകുന്ന കാര്യം യൂട്യൂബ് ഷോർട്സിനെ പറ്റിയിട്ടാണ്. ഷോർട്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് വ്യൂവേഴ്സിനെ കിട്ടാൻ, വ്യൂവേഴ്സിൻ്റെ എണ്ണം നമുക്ക് നമ്മുടെ ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഷോർട്സ് ഏതെങ്കിലും ഷോർട്ടുകൾ പെട്ടെന്ന് റീച്ച് വൈറലായി കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു ഷോർട്ടിന് തന്നെ ചിലപ്പോൾ മില്യൺസ് വ്യൂസ് അടിക്കാം. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ ഒരു 1 വ്യൂ 2 വ്യൂ അങ്ങനെ ഒതുങ്ങാം, ചിലപ്പോൾ മിനിമം വ്യൂസിൽ പോകാം. പക്ഷെ എത്രയായാലും ഒരു ഷോർട്ടിന് ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ച് മില്യൺ വ്യൂസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ യൂട്യൂബിലെ മോണിറ്റൈസേഷൻ പോളിസിയായ, ഷോർട്സിന്റെ മോണിറ്റൈസേഷൻ പോളിസിയായ 10 മില്യൺ വ്യൂസ് 90 ദിവസം കൊണ്ട് 10 മില്യൺ വ്യൂസ്. ഈ 90 ദിവസം എന്ന് പറയുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ ആവേശമൊക്കെ അങ്ങ് ചോർന്നു പോകുന്നത്. യൂട്യൂബ് ഷോർട്സിന് മോണിറ്റൈസേഷൻ ചെയ്യാൻ തരുന്ന സമയം 90 ദിവസമാണ്. 90 ദിവസം കൊണ്ട് 10 മില്യൺ വ്യൂസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, നമുക്ക് കിട്ടണം. 90 ദിവസമേ സമയമുള്ളൂ. ചിലപ്പോൾ ഒരു 2-3 ഷോർട്സ് വ്യൂ ആയി കഴിഞ്ഞാൽ, ഒരു ഷോർട്സിന് 1 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് 4-5 ഷോട്ട്, ഒരു 10 ഷോട്ട് ആകുമ്പോഴത്തേക്ക് 10 മില്യൺ വ്യൂ കഴിയും. പക്ഷെ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അത് ചിലപ്പോൾ ആവാം, ചിലപ്പോൾ ആവാതെ ഇരിക്കാം. അപ്പോൾ അതാണ് യൂട്യൂബിന്റെ ഷോർട്സ് മോണിറ്റൈസേഷൻ പോളിസി. 90 ദിവസം കൊണ്ട് 10 മില്യൺ വ്യൂസ്. പകുതി മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ 90 ദിവസം കൊണ്ട് ഏതാണ്ട് 3 മില്യൺ വ്യൂസ്. പറഞ്ഞു വന്നത്, യൂട്യൂബിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത് ഷോർട്സിന് 90 ദിവസം കൊണ്ട് നമ്മൾ 10 മില്യൺ വ്യൂസ് ഫുൾ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ 1000 സബ്സ്ക്രൈബർമാരും ഏതാണ്ട് 10 മില്യൺ വ്യൂവേഴ്സും 90 ദിവസം കൊണ്ട് നമ്മൾ യൂട്യൂബ് ഷോർട്സിൽ നേടിയിരിക്കണം. അപ്പോൾ നമുക്ക് ഷോർട്സിൽ സമയം വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ ഭാഗ്യം പോലെ ഷോർട്സിൽ പെട്ടെന്ന് കയറി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഷോർട്സുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നല്ല നല്ല കണ്ടന്റുകൾ, നല്ല നല്ല തീം എടുത്ത് ഷോർട്സുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരു ഷോർട്സ് വൈറലാവുന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഷോർട്സിന്റെ കാര്യത്തിൽ വൈറലാവും, കയറി പോവുകയും ചെയ്യും എന്ന് വിചാരിച്ച് പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഷോർട്സുകൾ മാത്രം പോസ്റ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു ഷോട്ട് റീച്ച് ആവും വിചാരിച്ചിരിക്കും. വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് അവരുടെ വാച്ച് അവർ നോക്കുമ്പോൾ എപ്പോഴും ഷോർട്സിന്റെ വാച്ച് അവർ നീങ്ങാറേ ഇല്ല, അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷോർട്സ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 90 ദിവസമേ ഷോർട്സിനുള്ളൂ. അത് കഴിയുമ്പോൾ യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് അതിൽ കുറവ് വരികയും വീണ്ടും ഒരു 90 ദിവസം നമുക്ക് അലോട്ട് ചെയ്ത് തരികയോ ഒക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ കണ്ട വാച്ച് അവറിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്സിൽ മില്യൺസ് വ്യൂസ്, 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഒരു 1000 സബ്സ്ക്രൈബർമാരും അതവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ ഷോർട്സുകൾ, നല്ല നല്ല ഷോർട്സുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചിലപ്പോൾ നിങ്ങൾ വൈറലാവാനുള്ള ചാൻസുകൾ 100% കൂടുതലാണ്. അപ്പൊ ഷോർട്സുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഷോർട്സിൽ ഇപ്പോൾ വന്ന ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെയൊക്കെ ഒരു ഷോട്ട് എടുത്ത്, ഒരു ഷോട്ട് 60 സെക്കൻഡ് ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് കണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഒരു വ്യൂവറായിട്ട് യൂട്യൂബ് അംഗീകരിക്കുകയുള്ളൂ. പക്ഷെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മളൊരു ഷോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ വ്യൂവേഴ്സ് ഇങ്ങനെ കൂടുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ, കണ്ടില്ല എങ്കിൽ പോലും സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവരെ ഒരു 1 വ്യൂ ആയിട്ട് കൂട്ടും.
കണക്കാക്കും. 1 വ്യൂ ആണ്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തന്നെ 10 പേര് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ 10 വ്യൂസ് അവിടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആവും. അപ്പം ഈ വ്യൂവേഴ്സിന്റെ എണ്ണം ഇങ്ങനെ കൂടുന്നതുകൊണ്ട് ആൾക്കാർക്ക് എപ്പോഴും വ്യൂവേഴ്സിന്റെ എണ്ണം നോക്കാനുള്ള താല്പര്യം. സ്വാഭാവികമായിട്ട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും തിരിഞ്ഞപ്പോൾ യൂട്യൂബ് ഇപ്പൊ കൊണ്ടുവന്നൊരു അപ്ഡേഷനാണ്. ആൾക്കാരെ തന്നിലേക്ക് ആകർഷിക്കാൻ, അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഇപ്പൊ കൊണ്ടുവന്നൊരു അപ്ഡേഷനാണ് ഷോർട്ടിന്റെ പുതിയൊരു പോളിസി. അതെന്താന്ന് വെച്ചാൽ ഷോർട്സിലും സ്ക്രോൾ ചെയ്ത് പോയാൽ തന്നെ വ്യൂവേഴ്സിന്റെ എണ്ണം കൃത്യമായിട്ട് കൂടി വരും. ഇപ്പോ നേരത്തെയൊക്കെ ഞാനൊരു ഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് 50-60 ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു അത്യാവശ്യം എന്തെങ്കിലും നല്ലൊരു ഷോട്ട് ആണെങ്കിൽ തന്നെ 1500-2000 അപ്പൊ കാണുമ്പോൾ എനിക്ക് സന്തോഷം. പക്ഷെ അതിന്റെ നിജസ്ഥിതി, അതിന്റെ ഇപ്പുറത്ത് YT സ്റ്റുഡിയോയിൽ എൻഗേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എൻഗേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എത്ര പേര് എൻ്റെ ഷോട്ട് കണ്ടു എന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. 1000 പേര് എനിക്ക് ഇപ്പുറത്ത് വ്യൂസ് കിട്ടിയെങ്കിൽ 200 പേരെ എനിക്ക് എൻഗേജ്ഡ് വ്യൂസ് ഉള്ളെങ്കിൽ ആ 200 പേരെ എൻ്റെ ഷോട്ട് ശരിക്കും കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പുറത്ത് നോക്കുമ്പോൾ നമ്മൾ ഹാപ്പി, കാണുന്നൊരു ഹാപ്പി, എല്ലാവരും ഹാപ്പി. 1000 10K വ്യൂസ് കിട്ടി, നമ്മൾ ഹാപ്പി. പക്ഷെ അതിന്റെ ശരിക്കുള്ള വശം ഇപ്പുറത്ത് 350 പേരെ കാണുന്നുള്ളൂ എന്നതാണ്. ഈ 350 പേരെ കണ്ട 350 പേരെ മാത്രമേ യൂട്യൂബ് മോണിറ്റൈസേഷന് പരിഗണിക്കുകയുള്ളൂ എന്നത് ആണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇപ്പോൾ 10,000 പേര് നമ്മുടെ നമ്മൾ ആദ്യത്തെ ഇതിൽ കണ്ടു എങ്കിൽ പോലും ശരിക്കും നമ്മുടെ വീഡിയോ കണ്ട 350 പേരെ മാത്രമേ യൂട്യൂബ് മോണിറ്റൈസേഷന് പരിഗണിക്കുകയുള്ളൂ എന്നാണ് നമ്മളുടെ ഇപ്പോഴത്തെ കിട്ടിയ ഒരു അപ്ഡേഷൻ. ഇതിന്റെ മെച്ചം എന്താന്ന് ചോദിച്ചാൽ വലിയ ഒരുപാട് മില്യൺസ് വ്യൂസ് ഉള്ള യൂട്യൂബേഴ്സിനൊക്കെ കൂടുതൽ വ്യൂസ് ഇങ്ങനെ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊമോഷനും പരസ്യങ്ങൾക്കും ഒക്കെ കൂടുതൽ ഇത് ഉപകാരപ്പെട്ടേക്കും. നമ്മളെ പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് ഈ എൻഗേജ്ഡ് വ്യൂസ് മാത്രമേ കൗണ്ട് ആവുകയുള്ളൂ എന്ന കാര്യം കൂടി നമ്മൾ ഒന്ന് ഓർക്കേണ്ടതാണ്. അപ്പോൾ വ്യൂസിന്റെ എണ്ണം കൂടും, പക്ഷെ നമ്മൾ എൻഗേജ്ഡ് വ്യൂസിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യം എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റും. അതാണ് ഇപ്പൊ ഷോർട്സിൽ വന്ന ഒരു അപ്ഡേറ്റ്. അപ്പൊ ഇതൊന്നും ഓർത്ത് നമ്മൾ ആരും വിഷമിക്കേണ്ട, നിങ്ങളൊന്നും വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും ഷോർട്ടുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ ലോങ് വീഡിയോസും ചെയ്യുക. ഷോർട്ടുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഷോർട്ട് കയറി ക്ലിക്ക് ആവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, 100% ഉറപ്പാണ്. അപ്പൊ ഇതാണ് ഷോർട്സിനെ പറ്റിയുള്ള പുതിയൊരു അപ്ഡേഷൻ വന്നത്. അപ്പോൾ നാളെ വീഡിയോസിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത ഒരു ഭാഗത്തിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ബൈ.